US സഖ്യകക്ഷികൾക്കും എതിരാളികൾക്കും കനത്ത താരിഫ് ചുമത്താനും അതുപോലെ ട്രംപിന്റെ ആദ്യ ഭരണകൂടത്തിൽ നിന്ന് നികുതി വെട്ടിക്കുറവ് നീട്ടാനുമുള്ള നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശങ്ങളെ സ്ഥാനമൊഴിയുന്ന US പ്രസിഡന്റ് ജോ ബൈഡൻ വിമർശിക്കുകയാണ്. കൂടാതെ ഈ നയങ്ങൾ സമ്പദ് വ്യവസ്ഥയുടെ സ്ഥിരതയെ ദോഷകരമായി ബാധിക്കുമെന്ന് വാദിക്കുന്നു. അതായത് ജോ ബൈഡൻ ട്രംപിന്റെ താരിഫ് നികുതി നിർദ്ദേശങ്ങളെ പരസ്യമായി എതിർക്കുന്നു. ഈ നിർദ്ദേശങ്ങളെ വലിയ തെറ്റുകളെന്ന് വിളിക്കുകയും ചെയ്യുന്നു. ഇതോടൊപ്പം ഈ അഴിച്ചുപണികൾ റിപ്പബ്ലിക്കന്മാരിൽ നിന്ന് തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അമേരിക്കൻ ഉപഭോക്താവിനേക്കാൾ വിദേശ രാജ്യങ്ങൾ താരിഫുകളുടെ ചിലവ് വഹിക്കുമെന്നത് തെറ്റായ ധാരണയാണെന്നും ബൈഡൻ ചൂണ്ടിക്കാട്ടി. താരിഫുകളുടെ ചെലവ് ഉപഭോക്താക്കളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുമെന്ന് സാമ്പത്തിക വിദഗ്ധർ വൻതോതിൽ സമ്മതിക്കുന്നതും ഇവിടെ ശ്രദ്ധിക്കേണ്ടതാണ്. വരാനിരിക്കുന്ന ഭരണകൂടം രാജ്യത്തെ ട്രിക്കിൾ ഡൗൺ സാമ്പത്തിക ശാസ്ത്രത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നു. ഇതടയ്ക്കാത്ത സമ്പന്നർക്ക് നികുതി ഇളവ്, ഇനി പണം അടച്ചാൽ തന്നെ അത് ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, വെറ്ററൻസ് ആനുകൂല്യങ്ങൾ എന്നിവയുടെ അടിസ്ഥാന പദ്ധതികളിൽ വൻ കമ്മികളോ കാര്യമായ വെട്ടിക്കുറവോ ഉണ്ടാക്കുകയും ചെയ്യും. കഴിഞ്ഞ മാസം ട്രംപിന്റെ തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം സമാധാനപരമായ അധികാര കൈമാറ്റത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ശ്രമത്തിൽ ബൈഡൻ താരതമ്യേന നിശബ്ദനായിരുന്നു. ട്രംപിനെ വിമർശിക്കുന്നത് ബൈഡൻ ഏറെക്കുറെ ഒഴിവാക്കിയിരുന്നതുമാണ്. എന്നാൽ തന്റെ സാമ്പത്തിക റെക്കോർഡ് സംരക്ഷിക്കുന്നതിന്റെ ഭാഗമാണെന്ന് തന്നെ പറയാം ബൈഡൻ ട്രംപിന്റെ നീക്കങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും വിമർശിക്കുകയും ചെയ്യുകയാണ്. തന്റെ ഭരണം അവസാനിക്കുകയും പുതിയ ഭരണം ആരംഭിക്കുകയും ചെയ്യുമ്പോൾ പുതിയ ഭരണകൂടം ശക്തമായ സമ്പദ് വ്യവസ്ഥയെ നിലനിർത്തുമെന്നും അടിസ്ഥാനപരമായ പരിവർത്തനത്തിലൂടെ അത് വളർച്ചയ്ക്ക് ശക്തമായതും സുസ്ഥിരവുമായ അടിത്തറ സ്ഥാപിക്കുമെന്നും ആഗ്രഹിക്കുന്നതായി ബൈഡൻ പറയുന്നു. ഒപ്പം പുതിയ ഭരണകൂടം പുരോഗതിയിൽ പടുത്തുയർത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നും ബൈഡൻ പറയുന്നുണ്ട്. ഒരു ഇൻഫ്രാസ്ട്രക്ചർ പാക്കേജ് പാസ്സാക്കുന്നതിൽ ട്രംപിന്റെ പരാജയത്തെ പരിഹസിച്ച ബൈഡൻ ട്രംപിന്റെ നികുതി വെട്ടിക്കുറവുകൾ കമ്മി വർദ്ധിപ്പിക്കുകയോ ഫെഡറൽ സാമൂഹിക സേവന പരിപാടികൾ വെട്ടിക്കുറയ്ക്കുകയോ ചെയ്യുമെന്ന് മുന്നറിയിപ്പും നൽകുന്നുണ്ട്. ഫെഡറൽ നിക്ഷേപങ്ങളിൽ ഭൂരിഭാഗവും ട്രംപിന്റെ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ജില്ലകൾക്ക് പ്രയോജനം ചെയ്തിട്ടുണ്ടെന്നും ബൈഡൻ ചൂണ്ടിക്കാട്ടി. പണപ്പെരുപ്പം കുറയ്ക്കുന്നതിനുള്ള നിയമവും ബൈഡന്റെ ക്ലീൻ എനർജി ബില്ലും ഇതിൽ ഉൾപ്പെടുന്നവയാണ്. അന്താരാഷ്ട്ര സഖ്യങ്ങളിൽ നിന്നും അതുപോലെ പ്രതിബദ്ധതകളിൽ നിന്നും രാജ്യത്തെ പിൻവലിക്കാൻ ട്രംപ് ശ്രമിക്കുമ്പോഴോ അല്ലെങ്കിൽ ചിന്തിക്കുമ്പോഴോ ആഗോള കാര്യങ്ങളിൽ US ആധിപത്യം പുലർത്തേണ്ടത് അത്യാവശ്യമാണെന്ന് ബൈഡൻ എടുത്തു പറയുന്നുണ്ട്. US ലോകത്തെ നയിക്കുന്നില്ലെങ്കിൽ പിന്നെ ആര് നയിക്കുമെന്ന ചോദ്യം വാഷിംഗ്ടൺ DC തിങ്ക് ടാങ്ക് ആയ ബ്രൂക്കിംഗ്സ് ഇൻസ്റ്റിറ്റ്യൂഷനോട് നടത്തിയ പ്രസംഗത്തിൽ ബൈഡൻ ഉന്നയിച്ചു. തന്റെ ഭരണകൂടവും മറ്റുള്ളവരും പിന്തുടരുന്ന സാമ്പത്തിക നയങ്ങളെക്കുറിച്ച് ട്രംപ് പ്രതിജ്ഞയെടുത്തു എന്ന് ബൈഡൻ പറയുന്നു. ഇപ്പോൾ രാജ്യത്തുടനീളം ആഴത്തിൽ വേരൂന്നിയ തീരുമാനങ്ങളും നിക്ഷേപങ്ങളും രാഷ്ട്രീയമായി ചെലവേറിയതും സാമ്പത്തികമായി അസ്ഥിരവുമാകുന്ന എന്നാണ് ബൈഡൻ പറയുന്നത്. പ്രോജക്ട് 2025 ദോഷകരമാണെന്ന് ബൈഡൻ എടുത്തു പറയുന്നുണ്ട്. കൂടാതെ US ഗവൺമെന്റിനെ റീമേക്ക് ചെയ്യാനുള്ള വലതുപക്ഷ നിർദ്ദേശങ്ങൾ ട്രംപ് പിന്തുടരുന്നില്ലെന്നും ബൈഡൻ വാദിക്കുന്നു. ട്രംപ് പ്രോജക്ട് 2025 പരസ്യമായി നിരസിച്ചു. എന്നാൽ വീണ്ടും തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് ശേഷം തന്റെ വരാനിരിക്കുന്ന ഭരണകൂടത്തിലെ സ്ഥാനങ്ങളിലേക്ക് പല കാര്യങ്ങളും തയ്യാറാക്കുന്നതിൽ ഉൾപ്പെടെ യാഥാസ്ഥിതികരെ നിയമിച്ചു. പണപ്പെരുപ്പത്തെക്കുറിച്ചുള്ള US വോട്ടർമാരുടെ ആശങ്കകൾ ഉള്ള സാഹചര്യം, ഡെമോക്രാറ്റുകളുടെ തിരഞ്ഞെടുപ്പ് പരാജയങ്ങൾക്ക് ഒരു മാസത്തിന് ശേഷം വന്ന ബൈഡന്റെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള പ്രസംഗം, ഇത് അതിന്റെ അവസാന പ്രസംഗമാണെന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു പ്രസംഗത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ, ഉൽപാദനം, അവഗണിക്കപ്പെട്ട കമ്മ്യൂണിറ്റികൾ എന്നിവയിലെ നിക്ഷേപം, ഈ നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള ബൈഡന്റെ ശ്രമം വലിയ സാമ്പത്തിക പ്രതിസന്ധി ഒഴിവാക്കുകയും തുടർച്ചയായ വളർച്ചയ്ക്ക് അടിത്തറയിട്ടതായും ബൈഡൻ ഊന്നി പറഞ്ഞു. അത് ഉയർത്തിക്കാട്ടാൻ നേതാവ് മറന്നില്ല.